നമസ്കാരം. ഇന്ന് 2025 ഏപ്രിൽ 7 തിങ്കളാഴ്ച. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇനി ഓസ്ട്രേലിയയിലേക്ക് നഴ്സസിനെത്താൻ ഒരു ഈസി വേ. അതെ, ഫൈനലി ആഫ്റ്റർ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 2017 ശേഷം UK, അയർലൻഡ്, കാനഡ, USA, സ്പെയിൻ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ 1800 hours പ്ലസ് വർക്ക് ചെയ്ത് ജനറൽ ആൻഡ് BSc നഴ്സുമാർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. സോ ഇനി വെയിറ്റ് ചെയ്യേണ്ട, കോൺടാക്ട് റഷ്യൻ ചാര സെൻസറുകൾ UKയുടെ ആണവ അന്തർവാഹിനികളെ ട്രാക്ക് ചെയ്യുന്നതായി പുതിയ റിപ്പോർട്ടുകൾ. കടലിനടിയിലെ പ്രധാന അടിസ്ഥാന സൌകര്യങ്ങൾ അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു രഹസ്യ ക്രാംലിൻ ഓപ്പറേഷനാണെന്നാണ് സൈനിക വൃത്തങ്ങൾ ഇതിനെ സംശയിക്കുന്നത്. ഇത്തരം കണ്ടെത്തൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ജെയ്സോൺ യുദ്ധതന്ത്രത്തിന്റെ ഭാഗമാണെന്നാണ് റിപ്പോർട്ടുകൾ. സൈനിക ഉദ്യോഗസ്ഥർ ദേശീയ സുരക്ഷാ ഭീഷണിയായി കണക്കാക്കുന്ന ഇക്കാര്യം എന്നാൽ ഇതുവരെ പൊതുജനങ്ങളോട് വെളിപ്പെടുത്തിയിട്ടില്ല. ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫുകൾക്ക് പിന്നാലെ ആഗോളവൽക്കരണത്തിന്റെ യുഗം അവസാനിച്ചതായി ട്രഷറി ചീഫ് സെക്രട്ടറി ടാരൻ ജോൺസ് അറിയിച്ചു. US പ്രസിഡന്റിന്റെ നീക്കത്തിൽ നിന്ന് UK സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ സംസ്ഥാന ഇടപെടൽ പ്രഖ്യാപിക്കാൻ പോകുകയാണെന്ന് പ്രധാനമന്ത്രി KS ടോമർ സൺഡേ ടെലിഗ്രാഫ് ലേഖനത്തിൽ നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് ട്രഷറി ചീഫ് സെക്രട്ടറി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. യുഎസിന്റെ 10% ബേസ് ലൈൻ ഇറക്കുമതി തീരുവ ചുമത്തിയ രാജ്യങ്ങളിൽ UKയും ഉൾപ്പെടുന്നുണ്ട്. അതേസമയം താരിഫ് കുറയ്ക്കുന്നതിനുള്ള വ്യാപാര കരാറിന്റെ ചർച്ചകൾ തുടരുകയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇംഗ്ലണ്ടിലെ നഴ്സറികളിൽ ശിശുപരിപാലനത്തിൽ ഗുരുതരമായ വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് കണ്ടെത്തൽ. ഈ കാലയളവിനുള്ളിൽ ഏകദേശം 20,000 റിപ്പോർട്ടുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്നാണ് ഓപ്സ്റ്റഡിന്റെ കണ്ടെത്തൽ. അതായത് ഓരോ ആഴ്ചയും ഏകദേശം 75 ഗുരുതര സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഗുരുതരമായ പരിക്കുകൾ ഉൾപ്പെടെ മരണം വരെ നഴ്സറികളിൽ സംഭവിച്ചിട്ടുണ്ട്. 2023 മുതൽ 24 വരെയുള്ള കാലയളവിലുണ്ടായ ഗുരുതരമായ സംഭവങ്ങളുടെ ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് 5 വർഷം മുമ്പത്തേക്കാൾ 40% കൂടുതലാണ് എന്നാണ്. നഴ്സറികളിൽ ശിശുപരിപാലനത്തിനുണ്ടാക്കിയ വർദ്ധിച്ച വീഴ്ചകളാണ് ഓപ്സ്റ്റഡിന് ഇത്തരം സംഭവങ്ങൾ കണ്ടെത്തുവാൻ ഇടയാക്കിയത്. ഡെർഹാം കൌണ്ടിയിൽ വെടിവെപ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ശനിയാഴ്ച വൈകിട്ട് എൽമ സ്ട്രീറ്റ് സ്റ്റാൻഡിലെ ഒരു വീട്ടിലാണ് വെടിവെപ്പ് ഉണ്ടായത്. 50 വയസ്സ് പ്രായം തോന്നിക്കുന്ന മധ്യവയസ്കനാണ് കൊല്ലപ്പെട്ടത്. വെടിവെപ്പുണ്ടായി എന്ന റിപ്പോർട്ടിനെ തുടർന്ന് എമർജൻസി സർവീസുകളെത്തി പരിശോധന നടത്തിയപ്പോഴാണ് സംഭവം അറിഞ്ഞത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് പാരാമെഡിക്കലുകൾ സ്ഥിരീകരിക്കുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ഡെർഹാം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ പോലീസുമായി ബന്ധപ്പെടണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പ്രീമിയർ ലീഗിൽ ഇന്നലെ കാരവൻ കോട്ടേജിൽ നടന്ന മത്സരത്തിൽ 2-3 ഗോളുകൾക്ക് 8ാം സ്ഥാനക്കാരായ ഫുൾഹാം 1ാം സ്ഥാനക്കാരായ ലിവർപൂളിനെ തോൽപ്പിച്ചു. പ്രീമിയർ ലീഗിലെ ലിവർപൂളിന്റെ 26 മത്സരങ്ങളിലെ അപരാജിത കുതിപ്പിനാണ് ഇന്നത്തെ മത്സരത്തോടെ സമാപനമായത്. കളി തുടങ്ങി 14ാം മിനിറ്റിൽ അലക്സിസ് മാക് അലിസ്റ്ററിന്റെ ഗോളിലൂടെ ലിവർപൂൾ ആദ്യ ലീഡ് നേടിയെങ്കിലും പിന്നീട് ഫുൾഹാം മത്സരം ഏറ്റെടുക്കുകയായിരുന്നു. 23, 32, 37 മിനിറ്റുകളിലായി റയാൻ സെസൻഗൻ, അലക്സ് ഇവോബി, റോഡിഗ്രോ മ്യൂണിസ് എന്നിവരെല്ലാം ഓരോ ഗോളുകൾ നേടി ഫുൾഹാമിന് ആദ്യ പകുതിക്ക് മുൻപായി 3-1 ലീഡ് നേടിക്കൊടുത്തു. 72ാം മിനിറ്റിൽ ലൂയിസ് ദിയാസിലൂടെ ലിവർപൂൾ 2ാം ഗോൾ കണ്ടെത്തിയെങ്കിലും പിന്നീട് ഗോളുകളൊന്നും നേടാൻ സാധിച്ചില്ല. ഇന്നലെ നടന്ന മറ്റ് മത്സരങ്ങളിൽ 1-3 ഗോളുകൾക്ക് സതാംപ്ടണിനെ ടോട്ടൻഹാം പരാജയപ്പെടുത്തി. ജിടെക് കമ്മ്യൂണിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന ബ്രെൻഫോർഡ് ചെൽസി പോരാട്ടവും ഓൾഡ് ട്രാഫോർഡ് സ്റ്റേഡിയത്തിൽ നടന്ന മാഞ്ചസ്റ്റർ സിറ്റി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരവും ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചു. യോർക്ക് മലയാളികളുടെ പ്രിയ ഗായകനും മലയാളി അസോസിയേഷൻ ഓഫ് യോർക്കിന്റെ സജീവ പ്രവർത്തകനുമായ മോഡി തോമസ് ചങ്കൻ അന്തരിച്ചു. ക്യാൻസർ ബാധിതനായി ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. 1 മാസം മുൻപാണ് അദ്ദേഹത്തിന് ക്യാൻസർ സ്ഥിരീകരിച്ചത്. ശ്രീജയാണ് ഭാര്യ. ലീഡ്സ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി ഡ്രോയ്സ് മോഡി, A ലെവൽ വിദ്യാർത്ഥി അന്ന മോഡി എന്നിവർ മക്കളാണ്. സംസ്കാരം പിന്നീട് നടക്കും. ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയിലെ എല്ലാ ഇടവകളിലും മിഷനുകളിലും പ്രൊപ്പോസ്ഡ് മിഷനുകളിലും വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾക്ക് വിപുലമായ ഒരുക്കങ്ങൾ ക്രമീകരിച്ചതായി രൂപത കേന്ദ്രം അറിയിച്ചു. ഓശാന ഞായർ മുതൽ ഉയർപ്പ് തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങളുടെ സമയക്രമവും ദേവാലയങ്ങളുടെ മേൽവിലാസവും രൂപത വെബ്സൈറ്റിലും ഔദ്യോഗിക സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പാലക്കാട്ടെ കാട്ടാനാക്രമണത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയോ എന്ന് പരിശോധിക്കുമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. സംഭവത്തിൽ ഇന്ന് പാലക്കാട് ജില്ലാ കളക്ടറുമായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ചർച്ച നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കളക്ടറുടെ റിപ്പോർട്ട് കൂടി പരിശോധിച്ച ശേഷം മറ്റു നടപടികളിലേക്ക് കടക്കുമെന്നും നിലവിൽ ആനകൾ എവിടെയാണ് തമ്പിടിച്ചിരിക്കുന്നത് എന്നും ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. പെരുമ്പാവൂർ സ്വദേശി അസ്മയുടെ പ്രസവം കഴിഞ്ഞ് രക്തസ്രാവം ഉണ്ടായിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോയില്ലെന്ന ആസ്മയുടെ കുടുംബം
ആരോപിച്ചു. ഭരണത്തിൽ പരാതിയുണ്ടെന്നും കുടുംബം പറഞ്ഞു. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 7 വിക്കറ്റിന് ജയം. ഹൈദരാബാദ് ഉയർത്തിയ 152 എന്ന ജയലക്ഷ്യം ഗുജറാത്ത് 16.4 ഓവറിൽ മറികടക്കുകയായിരുന്നു. ഗുജറാത്തിന് വേണ്ടി ശുഭ്മാൻ ഗിൽ 61 റൺസും വാഷിംഗ്ടൺ സുന്ദർ 49 റൺസും റുദർഫോർഡ് 35 റൺസും നേടി. 3ാം ജയമാണ് ഗുജറാത്തിന്റേത്. എന്നാൽ തുടർച്ചയായ 4ാം തോൽവിയാണ് ഹൈദരാബാദ് ഏറ്റുവാങ്ങിയത്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.